അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ഈശോ
അപേക്ഷണമേ. ആമേൻ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കഴിഞ്ഞ മാസം എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ നോട്ടീസ് ബോർഡ് കണ്ടിട്ടാണ് IIB സ്കൂളിൽ ടീച്ചേഴ്സിനെ എടുക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ ഞാൻ ആ ഇന്റർവ്യൂവിന് പോകുന്ന നേരത്ത് ആൻറ്റീനെ വിളിച്ച് പറഞ്ഞായിരുന്നു, ആൻറ്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂവിന് പോണേണ്. കാരണം ഒരു 5-8 വർഷമായിട്ട് ഞാൻ TTC കഴിഞ്ഞതാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടൊരു 4 വർഷം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി. പിന്നെ എനിക്ക് ഡെലിവറിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് സ്കൂളിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അവസരം നല്ലത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ആൻറ്റിനോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഒരു 10-15 പേരെടുക്കുക ഇൻ്റർവ്യൂവിന് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരത്തെയും കൂടെയാണ് ഇൻ്റർവ്യൂവിന് പോയത്. ഞങ്ങൾ രണ്ടുപേരും ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആൻറ്റിനോട് പറഞ്ഞു, ആൻറ്റി ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഒന്നും അറിഞ്ഞിട്ടില്ല, അപ്പോൾ ആൻറ്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണോട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുന്ന എന്നെയും കൂടെ ഒന്ന് ഓർക്കണേട്ടാന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു പകുതിയൊക്കെ എപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരത്തിക്ക് അവിടെ നിന്ന് വിളി വന്നു. അവളെ അവിടെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് വിളി വന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി എന്നുള്ളൊരു പ്രതീക്ഷ ഇങ്ങനെ നിൽക്കണമായിരുന്നു, പ്രതീക്ഷയൊക്കെ കൈവിട്ട് നിൽക്കണമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മാതാവേ എനിക്കതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. എൻ്റെ കൂട്ടുകാരത്തി കയറിയപ്പോൾ എനിക്കതൊരു വിഷമമായി. അപ്പം ഞാൻ ആൻറ്റിനെ വിളിച്ച് ഞാൻ പിന്നെയും പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ കൂട്ടുകാരത്തിക്ക് കിട്ടി, എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ആൻറ്റി എപ്പോഴും പറഞ്ഞു, നീ വിശ്വാസം കൈവിടണ്ട, മാതാവ് നിന്നെ കൈവിടൂല, നിനക്കത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9-ാം തീയതി ജൂൺ 2-ാം തീയതി എല്ലാ സ്കൂളും റീ ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ രാവിലെ എന്നെ കൂട്ടുകാരത്തി വിളിച്ചിട്ട് ഞാൻ ഇന്ന് ജോയിൻ ചെയ്യണേ ഏട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ അവളെ സന്തോഷത്തോടു കൂടി അങ്ങനെ അവളെ യാത്രയാക്കി. ഒരു 7:40 ആയപ്പം എന്തായാലും ക്ലാസ്സിൽ പോണില്ല. അപ്പം എൻ്റെ കുട്ടിക്ക് 9-ാം തീയതി ക്ലാസ് തുറക്കുള്ളൂ. അപ്പം പോകണ്ടല്ലാന്ന് കരുതി കിടന്നുറങ്ങാൻ വേണ്ടി ഫോൺ എടുത്ത് അരികത്ത് വെച്ച് ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു. മാലിപ്പുറം സ്കൂളിൽ നിന്ന് സെക്രട്ടറിയാണ് വിളിച്ചത്. മിസ്സേ ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ നേരത്ത് ഞാൻ അപ്പം തന്നെ എൻ്റെ കൂട്ടുകാരത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചിന്നു ഇങ്ങനെ അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാനിത് എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഇരുന്നേച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്, എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പോയ സാധനം എൻ്റെ കയ്യിൽ തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് തന്നല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആൻറ്റിനെ വിളിച്ചപ്പോൾ എനിക്ക് ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് മെസ്സേജ് വിട്ടതിനപ്പോൾ രാത്രി ആൻറ്റി എന്നെ വിളിച്ചു. ആൻറ്റി വിളിച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ജോയിൻ ചെയ്തു. ഇപ്പോൾ 9-ാം തീയതി ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങി. ഇനി 1 വർഷം പ്രൊബേഷൻ പീരീഡാണ്. അത്ര നാൾ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പെർഫോമൻസ് പോലെ ഓരോ സെക്ഷനായിട്ട് അവിടെ ഗവൺമെൻറ്റിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം പെർഫോമൻസ് അനുസരിച്ച് ഞങ്ങൾക്കും ഈ സെക്ഷൻ എടുക്കുമ്പോൾ ടീച്ചേഴ്സിനെയും കൂടെ അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ടീച്ചറായിട്ട് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണല്ലോ, അത് എൻ്റെ ഒരു കഴിവുമല്ല, അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്ന മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മിനിയാൻറ്റി അടക്കമുള്ള എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. കൃപാസനത്തിൽ പോയി അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ പിന്നെ അവിടെ വെച്ച് തന്നെ മിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, ഈ പണക്കത്തിന് പൈസ കൊടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എഴുതിയിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ മോൻ ചിരിച്ചേക്കാൻ മദ്യവയ്ക്കുമായിരുന്നു, അതൊന്ന് മാറിക്കിട്ടണമെന്നും പിന്നെ അവന് നല്ല വിശ്വാസം ഉണ്ടാകണമെന്നുള്ള ഒരു നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോൻ്റെ വിവാഹം നടക്കണമെന്നും മകളുടെ കാര്യം കൂടിയാണ് ഞാൻ വെച്ചത്. അങ്ങനെ ഞാൻ ആ ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾക്ക് 13-ാം തീയതിയാണ് അന്ന് കിട്ടിയത്, വണക്കത്തിൻ്റെ പ്രാർത്ഥന. എൻ്റെ പേരും മകൻ്റെ പേരും പറഞ്ഞ് തന്നെ അത് 5:30-ക്ക് ചൊല്ലി. ഞാനത് കൂടുകയും ചെയ്തു. അന്ന് വൈകുന്നേരം അവൻ പുറത്തു പോയി വന്നപ്പോഴേക്കും ഇത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞ്, ഞാൻ ഉടമ്പടി എടുത്തേക്കണേണ്, ഇവിടെ അത് കഴിക്കാൻ പാടില്ല,
നീ അതിന് കഴിക്കാതെ വല്ല എന്ന് ഞാൻ തീർക്കും പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മച്ചി ഉടമ്പടി എടുത്തത് ഞാൻ പറഞ്ഞിട്ടല്ല, അമ്മച്ചിയുടെ ഇഷ്ടത്തിനല്ലേ ഉടമ്പടി എടുത്തത്, അത് അമ്മച്ചി നോക്കിക്കോളണം. പിന്നെ അമ്മച്ചി ഉടമ്പടി എടുത്തെന്ന് വിചാരിച്ച് ഞാൻ അമ്മച്ചിക്ക് തടസ്സമൊന്നും നിൽക്കണില്ലല്ലോ. അപ്പം അമ്മച്ചി അതേപോലെ തന്നെ അമ്മച്ചി ഉടമ്പടി എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നോക്കിക്കൊള്ളു. അത് ഞങ്ങൾ തമ്മിലുള്ള സംസാരം മുറുകി വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു അപ്പച്ചൻ കിടപ്പുണ്ട്. അപ്പം അപ്പച്ചൻ ഉടമ്പടിയിലുള്ള ആളാണ്, 2019 എടുത്തതാണ്. അപ്പം ഞാൻ അപ്പച്ചനും ഇതേപോലെ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനെ ഞാൻ പറഞ്ഞു അപ്പച്ചൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കാലിനെ പിടിച്ച് പുറത്തെറിഞ്ഞു, അതിൻ്റെ പേരിൽ ഇനി പോയി കിടന്നു, ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കണ്ട, സംസാരം മുറുകി വന്നാൽ വഴക്കാവും, അപ്പം സംസാരിക്കണ്ട, നീ പോയി കിടന്നു. ഇനിയിപ്പം പോയി കിടന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കണേണ്. ഞാൻ വാതിലൊക്കെ പൊട്ടി വന്ന് കിടന്ന് നേരം വെളുത്ത് ഞാനൊന്നും ഇവനോട് മിണ്ടില്ല. ഞാൻ രാവിലെ തന്നെ പള്ളിയിൽ പോയി വന്നിട്ട് ഇവൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ട് ചിരിച്ചെങ്കിലും ഞാൻ അധികം മൈൻഡ് ഇന്നലത്തെ ആ വർത്താനത്തിൻ്റെ ആ ഒരു ഇത് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. ഞാനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് പോയി പിന്നെയുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്തു വെച്ചു കൊടുത്തത്. നേരം വെളുക്കണം 14-ാം തീയതി ഇവിടുത്തെ ആദ്യത്തെ അജണ്ട ജപമാല ഞാൻ വന്നതാണെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ഇവനോട് പറഞ്ഞിട്ട് ഞാൻ നേരം വെളുത്ത് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കൊന്തപ്പ് പോകും. അപ്പച്ചനോടും മോനോടും പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ഇവൻ വീട്ടിൽ വന്ന് ഞങ്ങൾ ഇതേപോലെ തന്നെ വണക്കമാസം ചൊല്ലുന്ന ആൾക്കാരാണ്, മാതാവിൻ്റെ തിരുഹൃദയത്തിൻ്റെ. ഞങ്ങൾ വണക്കമാസം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മോൻ 8:30 കയറി വന്നപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ചേക്കണം, ഫയൽ എവിടെയാണെന്ന് ചോദിച്ചു. എനിക്കറിയില്ലട്ട് ഇവൻ എന്തിനാണ് ചോദിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇവന് ഇനി എപ്പോഴും ഇങ്ങനെ പ്ലംബിങ്ങിൻ്റെ ഇങ്ങനെ ജോലിയുടെ ഇതിന് വെക്കാറുണ്ടായിരുന്നു, അതിന് വേണ്ടിയായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ പറഞ്ഞു മോൻ എനിക്കറിയില്ല, അവളാണ് എടുത്ത് വെച്ചേക്കണം, മോൻ നോക്കെന്ന് പറഞ്ഞു. അതിനിവൻ നോക്കിയെടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ നീ ഇപ്പം ഇത് ചോദിച്ചെന്ന് ചോദിച്ചു. അപ്പം മണി 8:30 അപ്പം ഇവൻ പറഞ്ഞു എൻ്റെ ഫോൺ കേടായി, എനിക്ക് അതും കൊണ്ട് കടയിൽ പോകണമെന്ന് പറഞ്ഞു. ഇവൻ പ്രാർത്ഥനയൊക്കെ വീട്ടിൽ കൂടാറുള്ള ആളാണ്, വണക്കമാസത്തിൻ്റെ പാട്ട് പാടും, എല്ലാം ചൊല്ലുന്ന ആളാണ്. അപ്പം അത് അത്രയും വൈകിയ കാരണം ഞാൻ അവനോട് പറഞ്ഞില്ല ഇരിക്കാനായിട്ട്. പോയിട്ട് കട പൂട്ടി പോകില്ലേ, അന്ന് പോയിട്ട് വന്നു പറഞ്ഞു. ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു, പോയിട്ട് വന്നിട്ട് അന്ന് വൈകുന്നേരം ഇവൻ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചോറ് കൊണ്ടിരിക്കുന്ന സമയത്ത് 10 മണിയായിട്ടുണ്ട്. അന്നേരത്ത് ഇവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, അമ്മേനോട് ഞാൻ ഇന്നലെ എങ്ങനെയാണ് സംസാരിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ ഇന്നലെ സംസാരിച്ചത് ഇത്തിരി കടന്നാണ് സംസാരിച്ചത്, എനിക്ക് വിഷമമായിട്ടുണ്ടായിരുന്നപ്പോൾ. അന്ന് എനിക്ക് മാതാവ് വീട്ടിൻ്റെ പണി തന്നിട്ടുണ്ട് കിട്ടാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് നിനക്ക് തന്നേക്കുന്ന പണിയെന്ന് ചോദിച്ചു. എൻ്റെ ഫോൺ നേരം വെളുത്തപ്പോൾ അനങ്ങളില്ല, ഒന്നും വന്നില്ല. അത് കടയിൽ കൊണ്ടുവന്നപ്പോൾ 27,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തിരി വില കൂടിയ ഫോണാണ്, 27,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാരമില്ല. അപ്പം ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണ്. എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉടമ്പടി കൂടുതലായിട്ട് എടുത്തത്. എനിക്ക് പെട്ടെന്ന് ക്ഷമ കിട്ടില്ല. അപ്പം പെട്ടെന്ന് ദേഷ്യപ്പെടണതിൻ്റെ പേരിലാണ് ഞാൻ ഉടമ്പടി എടുത്തേക്കണ കാര്യം അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ, സാരമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി വന്നപ്പോഴേക്കും ഞാൻ ചോറിട്ട് കഴിഞ്ഞ് കിടക്കാനായിട്ട് പോയപ്പോഴേക്കും ഇവൻ എൻ്റെ തിരിച്ചു വന്നത് എന്നോട് പറഞ്ഞു അമ്മ രാവിലെ എന്നെ വിളിക്കണം, എനിക്കും മന്നമ്മയുടെ കൂടെ പള്ളിയിൽ, നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് പള്ളിയിൽ പോകാൻ പോകും. ആ ഇത് തുടങ്ങി ഇന്ന് രാവിലെ വരെ എൻ്റെ കൂടെ പള്ളിയിൽ വരെ ആ ഒരു കഴിക്കുന്നതിനും നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അധികമൊന്നും കഴിക്കാറുമില്ല, കുറഞ്ഞ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ് അവരതിൽ നിന്നൊന്നും കൂട്ടുകെട്ടിൽ നിന്നും വിടുതല ചെയ്ത് പതുക്കെ പോരുക, ഇതിൽ നിന്ന് ഒന്ന് ഇതായി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നിയോഗം എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വാസത്തോടെ ഞാനിവിടെ അന്ന് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കസേരം ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കസേരമല്ല ഇരുന്നേച്ച പോലെ ഞാൻ മുകളിലും താഴെയിലും കൂടി ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചപ്പോൾ മൊത്തം നീലയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അന്ന്. എനിക്ക് എന്നോട് ഇയാൾ ചോദിച്ചു വല്ല നീ സാഹിബ് പറയണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ സ്വയം പറയാമെന്ന് പറഞ്ഞു. ഞാനന്ന് എൻ്റെ മോനെ സമർപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞാനന്ന് ആ പൊന്ത ചൊല്ലിയത്. ആ പൊന്ത ചൊല്ലി തീർന്നത് എനിക്ക് നന്നായിട്ട് നീലയായിട്ടൊക്കെ ഇവിടെ മാതാവിന് ഇത്രയും ഭാഗം എനിക്ക് നല്ല നീലയായിട്ട് മാതാവിൻ്റെ കളറായിട്ട് കണ്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. ആദ്യം പരിശുദ്ധമ്മയായ മാതാവിന് വിശ്വസിച്ച് ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ മാസം ഞാൻ കരഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. ഒരു ദിവസം അകണ്ട ജപമാലയിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, വന്ന് പ്രാർത്ഥിച്ചത്. ചേട്ടന് ഒരു ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്
ഞാൻ ചേട്ടൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. ഞാൻ 17-ാം തീയതി ഞാൻ ചേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കോട്ടയം ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കാനിൻ്റെ ഡോക്ടർക്ക് ഇവിടെ നിന്ന് പറഞ്ഞ് ചേട്ടന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. എന്നാൽ പോലെ എനിക്ക് അങ്ങോട്ട് ഉള്ളിലുണ്ട് എനിക്ക് വിശ്വാസം അങ്ങനെ നമുക്കിപ്പം മാതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ച് പോയെങ്കിലും എനിക്ക് അത്ര അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടായില്ല. ഞാൻ 17-ാം ചേട്ടനെ കൊണ്ട് കോട്ടയം ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കാനിങ്ങിൻ്റെ ഡോക്ടർ പോയി. പിന്നെ അവിടെ നോക്കിയില്ല, അന്ന് നോക്കിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എൻ്റെ കൂടെ ഇല്ല, എനിക്ക് ഒരു അതിശയങ്ങളൊന്നും കാണിച്ചു തന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. അവർ പറഞ്ഞ് തിരിച്ചു ഇവിടെ തന്നെ അഡ്മിറ്റ് ആക്കിക്കോ, ഞായർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിക്കോ, എന്നിട്ട് നിങ്ങളൊരു 3-4 ദിവസം കൂടി 20,000 രൂപ ബയോട്ടിക് കൂടി ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരണം എനിക്ക് നോക്കാമെന്ന് പറഞ്ഞത് അവർ തീർച്ചപ്പെടുത്തി പറഞ്ഞായിരുന്നു ഓപ്പറേഷൻ വേണം, ഒന്നെങ്കിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ നമുക്ക് സൈഡിൽ നിന്ന് കുത്തി ഈ പഴുപ്പെടുത്ത് കളയണം. ആദ്യം എടുത്ത് കളഞ്ഞു, പിന്നെ ബാക്കി ഒരു 50 മില്ലി ഉണ്ടായതാണ് കിടക്കണത്. അപ്പം ചേട്ടന് വേദന ഒന്നും സഹിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും ശരിക്കും കാലിന് എന്തെങ്കിലും പറ്റുമെന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ 26-ാം തീയതി പിന്നെയും കൊണ്ടുപോയി. ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ഞാൻ 26-ാം തീയതി അവിടെ ചെന്ന് 26-ാം തീയതി ചെന്ന് കാര്യങ്ങളൊക്കെ ഡോക്ടറെ കണ്ട് സ്കാനിങ്ങിൻ്റെ സമയത്ത് തീർന്നു. കാശ് രൂപ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ഇപ്പം ചൊല്ലി ഇവിടുന്ന് പോകുമ്പോൾ വണ്ടിയിൽ ഇരുന്നത് തുടങ്ങി അവിടെ എത്തണവരെ ഞാൻ വിശ്വാസപ്രമാണം കാശ് രൂപ കയ്യിൽ വെച്ചിട്ട് ഞാൻ എത്തിച്ച് അവിടെ ചെന്ന് 9:30 ആയപ്പോൾ ഡോക്ടർ വന്ന് സ്കാനിങ്ങിന് കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞ് 2 തുള്ളി വായിലിട്ടിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു തൈല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലുന്നോട്ടാന്ന് പറഞ്ഞു. കിട്ടുന്ന പോലെ ചൊല്ലാൻ പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു അപ്പം കയറണേക്ക് മുന്നേ ഞാൻ പറഞ്ഞ് നമ്മുടെ വിശ്വാസമാണ് ഇത്. എന്തായാലും ഇത് പഴുപ്പ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കുത്തിയെടുത്ത് കളയും. 2 ഓപ്ഷനാണ് ഡോക്ടർമാർ പറഞ്ഞേക്കണത്. തീർച്ചയായിട്ടും അവർ പറഞ്ഞത് ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എത്ര പേര് ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് എന്നെ എന്തെങ്കിലും എനിക്കൊരു അതിശയം കാണിച്ചു തരണം. കാരണം ഓപ്പറേഷൻ ചെയ്യാണ്ട് കുത്തിയെടുത്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ സ്കാനിങ്ങിന് കയറ്റി. അപ്പം ഞാനിവിടെ ഇത്തിരി പെരട്ടി കൊടുത്തിട്ടായില്ല. ചേട്ടൻ പറഞ്ഞ് വേണ്ട, അത് പെറ്റണ്ട, കാരണം വിശ്വാസം നമ്മുടെയാണ്. എന്നാൽ ഇവിടെ പെറ്റി സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർമാർ ചോദിക്കില്ല ഇവിടെ എന്താ എണ്ണ ഞാൻ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് ഇയാളും കൂടി വൈഫും കൂടി കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ കയറി സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറയാ ഈ 50 മില്ലി അതും കാണാനില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിലാവുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ കുത്തിയെടുക്കാനുള്ള പാകത്തിലെങ്കിലും എനിക്ക് ആയി കിട്ടിയാൽ മതി, ഓപ്പറേഷൻ ചെയ്യില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ച്. പക്ഷെ എനിക്ക് ഓപ്പറേഷനും ചെയ്യേണ്ടി വന്നില്ല, കുത്തിയെടുക്കേണ്ട ആവശ്യം വന്നില്ല. ഈ 50 മില്ലി പഴുപ്പുള്ളത് എവിടെയെന്ന് പോലും ഡോക്ടറിനെ കാണാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞ് അതിശയമാണല്ലോ ഈ 50 മില്ലി എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് കിടക്കണത്. അപ്പം ഡോക്ടർ പറഞ്ഞ് ഈ പഴുപ്പ് കാണാനില്ല, ഒന്നും ചെയ്യണ്ട, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ ഞാൻ മാതാവിൻ്റെ എന്തായാലും കൃപയും എന്താ പറയുക, എനിക്ക് തന്നെ ഒരു അതിശയമായിരുന്നു. കാരണം ഞാൻ അന്ന് കരഞ്ഞ് അപേക്ഷിച്ചിട്ടാണ് ഞാൻ അതായത് മിനിയും ഭർത്താവും കൂടി വന്നായിരുന്നു. അവരും പ്രാർത്ഥിച്ച്, റൈനേം വന്ന് 3 പേരും കൂടി വന്ന് പ്രാർത്ഥിച്ച്, പോണതിൻ്റെ തലേന്ന് വന്ന് പ്രാർത്ഥിച്ച്. എന്നാലും എൻ്റെ മനസ്സിൽ ആ വിശ്വാസം എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം തീർച്ചപ്പെടുത്തി പറഞ്ഞാണോ ഒന്നില്ലെങ്കിൽ ഇവിടെ സൈഡിൽ നിന്ന് കുത്തിയെടുക്കണം അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ്. പക്ഷെ അത് മാതാവ് എൻ്റെ കൂടെ എനിക്ക് നല്ലൊരു അതിശയമാണ് കാണിച്ചു തന്നത്. അതുകൊണ്ട് മാതാവിനും പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞാൻ 1000 കോടി നന്ദി പറയുകയാണ്. അപ്പം ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യമൊന്നും പറയാൻ അറിഞ്ഞുകൂടാ, എന്നാപ്പോൾ ഞാനിവിടെ വന്ന് പറഞ്ഞേക്കാനും ഞാൻ നേർന്നിട്ടാണ് പോയിട്ട്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും മാതാവിൻ്റെ ഈശോയുടെ ഒക്കെ പ്രാർത്ഥനകളും കൂടി ചേട്ടന് ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. എൻ്റെ പേര് മിനി. ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയണത്. എൻ്റെ മോനൊരു ചെറിയൊരു കമ്പനിയിൽ ജോലി ചെയ്യണേന്ന്. അവന് പുറത്തേക്ക് പോകാനായിട്ട് കമ്പനിയിൽ നിന്ന് ഒരു 5 പേര് കൂടി 2 ലക്ഷം രൂപ ഒരു ഏജൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ ഡേറ്റും അതിൻ്റെ അപ്പുറവും കഴിഞ്ഞ് എന്നിട്ട് പൈസ കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി കേസ് കൊടുക്കാൻ പോയി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കേസൊന്നും ഇല്ലാണ്ട്, ഞങ്ങൾ കടം മേടിച്ചാണ് പൈസ കൊടുത്തത്, കേസൊന്നും ഇല്ലാണ്ട് എൻ്റെ മോൻ്റെ പൈസ തിരിച്ച് കിട്ടണേ എന്ന് പറഞ്ഞ് ഞാൻ മിനിനോടും പറഞ്ഞ്. മിനിയും പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തന്നെ എൻ്റെ മോൻ്റെ ആദ്യത്തെ 3 പേർക്ക് വെച്ചാണ് കൊടുത്തത് പൈസ. ആദ്യത്തെ 3 പേരിൽ എൻ്റെ മോൻ്റെ പൈസ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ അക്കൗണ്ടിൽ പൈസ വന്ന്
എൻ്റെ ഇടയിൽ എൻ്റെ മോന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതും പെട്ടെന്ന് തന്നെ റിക്കവറായി അവന് ജോലിക്ക് കയറാൻ പറ്റി. ഇന്ന് മോന് വേറൊരു ഇൻ്റർവ്യൂവിന് പോയേക്കുന്നതാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി എനിക്കൊരു കൃപാസനത്തിൻ്റെ ലോക്കറ്റ് തന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴുത്തിലിട്ട്, എന്നാലും എനിക്ക് എന്താണ് കൃപാസനത്തിനെ കുറിച്ച് അറിയാമെങ്കിലും എനിക്ക് അവിടെ പോകണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു ട്രാൻസ്ഫറിൻ്റെ ഇത് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ പുക്കാട് പള്ളിയിൽ ഞാൻ പോയി പ്രാർത്ഥിച്ച്, അത് കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട് എനിക്കൊരു കൃപാസന പത്രം തന്നായിരുന്നു. ഞാനപ്പോൾ അത് നോക്കിയിട്ട് മാതാവ് എന്നെ ഈ ട്രാൻസ്ഫറിൽ നിന്ന് ഒഴിവാക്കി തരണേ, എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാതാവ് എനിക്കത് മാറ്റിത്തന്ന്. അപ്പോൾ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഇത് ഒഴിവാക്കി തന്നാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന്. അപ്പോൾ അത് അങ്ങനെ എനിക്കത് മാറി. അത് കഴിഞ്ഞിട്ട് മിനി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഉടമ്പടി എടുക്കണം. അങ്ങനെ മിനി അച്ഛനും കൂടി എന്നെ കൊണ്ടുപോയി ഞങ്ങൾ ഉടമ്പടി എടുത്ത്. അതുപോലെ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ മോൾക്ക് അവൾ വിചാരിച്ചായിരുന്നു ചെറിയൊരു ജോലി വേണമെന്ന്, പഠിച്ചുകൊണ്ടിരിക്കണേണ്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ മാതാവ് അനുഗ്രഹിച്ച് അവൾക്കൊരു ചെറിയൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അവൾ ഉച്ച കഴിഞ്ഞിട്ടാണ് അവളുടെ ക്ലാസ്. അപ്പോൾ രാവിലെ കുറച്ച് സമയം ജോലി എടുത്തിട്ട് അവൾ പഠിക്കാൻ പോകും. അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി. പിന്നെ ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. അതായത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഓരോന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് സത്യമാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നതും ഈ സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റുന്നത്. ഞാനൊരു വീടിന് വേണ്ടി 23-25 വർഷമായി ഞാൻ ആഗ്രഹിച്ച് പല സ്ഥലത്ത് ഞാൻ അപേക്ഷ വെച്ചു. പക്ഷേ എനിക്ക് വീടൊന്നും ലഭിച്ചില്ല. പല കാരണങ്ങളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2023 വീടിന് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടിയെങ്കിലും പണി ഒരുവിധം പൂർത്തിയായി കഴിഞ്ഞ പിന്നെ നമ്പർ കിട്ടാൻ വേണ്ടി ഭയങ്കര തടസ്സമായിരുന്നു. നമ്പർ കിട്ടാൻ വേണ്ടി 1 വർഷത്തോളം കാത്തിരുന്നു. ഇപ്പോൾ നമ്പർ കിട്ടി. വീടിൻ്റെ പണി ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഭംഗിയായിട്ട് പൂർത്തിയാക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതി എന്ന് പറയും. ആക്ടിവിറ്റി വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് സാമാൻ ചേട്ടൻ്റെ ഉടമ്പടിയുടെ ലോക്കറ്റ് അവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരനില്ലല്ലോ. എന്നിട്ട് അത് ഞാൻ കൊടുത്തയച്ച് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോൾ. എന്നിട്ട് പുള്ളിക്കാരത്തേക്ക് ഇപ്പം എല്ലാവർക്കും ടീച്ചർമാരെല്ലാവരും കൂടിയാണ് പോയത് ബാംഗ്ലൂരിൽ. ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഇട്ടോന്നും പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഈ മിക്ക ടീച്ചേഴ്സുമാർക്കും പിന്നെ C ഗ്രേഡും D ഗ്രേഡും ഒക്കെ കിട്ടിയത്. ഇവിടെ സർട്ടിഫിക്കറ്റ് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൊണ്ട് തന്നു. എൻ്റെ അടുത്താണ് കൊണ്ട് തന്നത്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ B ഗ്രേഡ്. അത് യേശുവിനും മാതാവിനും എൻ്റെ 1000 നന്ദി. കുറേ നാളുകളായതാണ്. എവിടെ പോയാലും എനിക്ക് നിന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ ഈ 2ാമത്തെ പ്രാവശ്യം ഈ കരണം ഈ മാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ലാസ്റ്റായപ്പോൾ കുരിശിൽ എൻ്റെ പക്കിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുപ്പ് എനിക്കാണ് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തെ വശത്തു ഞാൻ പ്രാർത്ഥിച്ചില്ല, ഒന്നുമില്ല, വെറുതെ ഇപ്പുറത്തും അപ്പുറത്തും ഒന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കുളിരി എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇന്നേ വരേക്കും ഈ 10 പേരെന്തോ സാധനം ഉണ്ടായിട്ടില്ല. വർഷങ്ങളായാണ് എനിക്ക് ആ 10 പേര്. ഞാൻ ആര് വീട്ടിൽ വന്നാലും അവരെ കൊണ്ട് എനിക്ക് 10 വേദനയാണ്. ഇത്തിരി ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ 10 വേദന എടുക്കും. ഇതേവരെ എനിക്ക് ആ 10 വേദന ഉണ്ടായിട്ടില്ല. അപ്പോൾ യേശുവിനും മാതാവിനും തൊടാനും കൂടി നന്ദി.